125 ഏക്കർ മലനിരകൾക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്ന മർക്കസ് നോളജ് സിറ്റി എന്ന ടൗൺഷിപ്പ് പ്രോജക്റ്റിൽ ബദർ ദിനത്തോടനുബന്ധിച്ച് നടന്ന ഇഫ്താർ വിരുന്നിൽ 25,000 പേരാട്ടോ പങ്കെടുത്തത്. അതിന്റെ കാഴ്ചകളൊന്നും നമുക്ക് കണ്ടിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, കോഴിക്കോട് ജില്ലയിലെ നോളജ് സിറ്റിയിലെ ജാമിഉൽ ഫുതൂഹ് ജുമാ മസ്ജിദിലാട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. 25,000-ത്തിലധികം ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാട്ടത്. ഗ്രാൻഡ് മുഫ്തി AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടിയിൽ രാഷ്ട്രീയ മത സാംസ്കാരിക മേഖലയിലുള്ള പല പ്രമുഖ വ്യക്തികളും ഉണ്ടായിരുന്നു. ഇത്രയും പേർ പങ്കെടുത്ത ഈ ഇഫ്താർ വിരുന്ന് വളരെ ഭംഗിയായി നടത്താൻ ഇവർക്ക് സാധിച്ചു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടു. ഈ കാണുന്ന വാഹനത്തിൽ കൊണ്ടുപോകുന്നത് ഭക്ഷണപ്പൊതികളാട്ടോ. 313 ആടിനെ വെച്ചുണ്ടാക്കിയ മട്ടൻ മന്തിയാണ് സ്പെഷ്യൽ. മഴ ആയതുകൊണ്ട് സൂക്കിന്റെ ഉള്ളിലായിരുന്നു കേട്ടോ ഇഫ്താർ വിരുന്ന്. റംസാനിൽ എല്ലാ ദിവസവും ഇവിടെ നോമ്പ് തുറണ്ട് കേട്ടോ. സാധാരണ വലിയ തളികയിൽ 5 പേർ ഇരുന്നാട്ട് ഇവിടെ കഴിക്കുന്നത്. നോളജ് സിറ്റിയിലേക്കുള്ള യാത്ര നിലമ്പൂരിൽ നിന്ന് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ മുന്നിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഹക്കീം സഖാഫിയാണ്. പുള്ളി മജ്മയിൽ മാഷായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ സൂക്കിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ വിരുന്ന് ഒരുക്കിയിരുന്നത്. മുകളിലായിരുന്നിട്ട് നല്ല വിഷ്വൽ ബ്യൂട്ടിയിൽ നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാമായിരുന്നു. ഓരോ വളണ്ടിയേഴ്സിൻ്റെ കൗണ്ടറുകളിലും ഇതുപോലെ ഭക്ഷണപ്പൊതി ബോക്സുകളിലായിട്ട് നിരത്തി വെച്ചിരിക്കുന്നത് ഇവിടെ കാണാം. പള്ളിയിൽ പ്രവേശിക്കുന്ന മുമ്പ് തന്നെ സൂക്കിലൂടെ നടന്ന എല്ലാ കാഴ്ചകളും കണ്ടു. കൂടെ ഉണ്ടായിരുന്ന ഹക്കീം സഖാഫിയെ ഒരുപാട് പേര് വന്ന് പരിചയം പുതുക്കുന്നത് കാണാം. വുളൂ എടുക്കാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും വലിയ സൗകര്യമായിട്ടവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ഒരേ സമയം ഏറ്റവും കൂടുതൽ ആൾക്കാർ നമസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളി കൂടിയാണ് ഇട്ടത്.
ഉൾവശത്ത് ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു കേട്ടോ. പോകുന്ന വാഹനത്തിലാട്ടോ അവിടെ ഭക്ഷണപ്പൊതികൾ ഓരോ കൗണ്ടറിൽ എത്തിക്കുന്നതും വിതരണം ചെയ്യുന്നതും. ചെരുപ്പെടുത്ത് പുറത്തിറങ്ങുന്ന ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ലൈനായിട്ടായിരുന്നു ആളുകൾ ഇങ്ങനെ നിന്നിരുന്നത്. ഏകദേശം 25,000-ലധികം പേർക്കാട്ടോ അവരിങ്ങനെ ഭക്ഷണ സൗകര്യം ഇങ്ങനെ ഒരുക്കിയിട്ടുള്ളത്. ഈ സൂക്കിൻ്റെ ചുറ്റുഭാഗത്തൂടെ സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം 25,000-ലധികം ആളുകൾ പങ്കെടുത്ത പരിപാടിയായിട്ട് ഇവർ നല്ല രീതിയിലായിട്ട് ഇത് കൈകാര്യം ചെയ്തത്.
നോമ്പ് തുറക്കാൻ ജ്യൂസ് ബോട്ടിലും വാട്ടർ ബോട്ടിലും ഒരു കാരക്കയും പിന്നെ ആടുമന്തിയായിട്ട് അവരുടെ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. ഇനി ഏകദേശം അരമണിക്കൂറുണ്ട് കേട്ടോ നോമ്പ് തുറക്കാൻ. എല്ലാവരും ബാങ്ക് വിളിക്കുമായിട്ടുള്ള കാത്തിരിപ്പിലാണ്. ആടുമന്തി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കിട്ടിയില്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ചു. എല്ലാവരും നോമ്പ് തുറന്ന് പുറത്തിറങ്ങിയിട്ടും ഭക്ഷണപ്പൊതികളും വെള്ളക്കുപ്പികളുമായിട്ട് ഇവർ വീണ്ടും പുറത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുലുക്കി സർബത്തായിട്ടും മറ്റൊരുപാട് ഫുഡ് കൗണ്ടറുകൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലുള്ള നോമ്പ് തുറകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ ഫ്രം നിസാം ഫുഡി ട്രാവലർ.